നമസ്കാരം കൂടാതെ ഞാൻ പീറ്റർ ചൂൾ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 12/7/2026 ഞായറാഴ്ച റബ്ബർ വില നോക്കുമ്പോൾ കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ RSS 4 276, RSS 5 272, ISN 20 235, ലാറ്റക്സ് 60% യാൽസിൽ 178 പൈസ. ഇതാണ് രാവിലത്തെ കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 276, RSS 5 272, ഇതാണ് കൊച്ചി വില. ഇനി അകർത്തല വില നോക്കുമ്പോൾ RSS 4 268, RSS 5 265. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% ഡിയാസിൽ ഒട്ടുപാൽ കിലോ 174, 60% ഡിയാസിൽ ഒട്ടുപാൽ കിലോ 130 രൂപ 50 പൈസ. ഇനി ഇന്നത്തെ സഹ്യാദ്രി റബ്ബേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് പുനലിൻ്റെ വില നോക്കിയാലോ. ഗ്രേഡ് RSS 4 274, ഗ്രേഡ് RSS 5 കിലോ 269, ലൂസ് ഷീറ്റ് കിലോ 262, ലോട്ട് കിലോ 228. ഒട്ടുപാൽ നോക്കുമ്പോൾ 153 മുതൽ 167 രൂപയാണ് സഹ്യാദ്രി റബ്ബേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ വില. കർഷകൻ്റെ ഏറ്റവും നല്ല വിശ്വാസമുള്ള സ്ഥാപനമാണ് സഹ്യാദ്രി റബ്ബേഴ്സ്. മികച്ച വില, സമയബന്ധിത ശേഖരണം, ശുദ്ധ DRC പരിശോധന, സുതാര്യതയും വിശ്വാസവും ആണ് ഇപ്പോഴത്തെ വില. ഇപ്പോൾ റബ്ബറിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അനുദിനം. കേരളത്തിലെ മറ്റു വില നോക്കുമ്പോൾ സ്വർണ്ണം 13,230, ഒരു പവൻ 1,05,840. അതുപോലെ 24 ക്യാരറ്റ് 14,431, ഒരു പവൻ 1,15,464. ഇന്നലെ വൈകിട്ട് 1 ഗ്രാമിൻ്റെ മുകളിൽ 45 രൂപയും ഒരു പവൻ്റെ മുകളിൽ 360 രൂപയാണ് ഇന്നലെ വൈകിട്ട് സ്വർണ്ണവില കുറഞ്ഞത്. ഇപ്പോൾ ഓടുന്ന തേങ്ങ വില എന്ന് പറയുന്നത് ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 70, പച്ചത്തേങ്ങ 40 മുതൽ. തേങ്ങ വില ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വെളിച്ചെണ്ണ വില അതേസമയം ഇച്ചിരി കൂടിയാൻ പോവുകയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് തമിഴ്നാട്ടിലെ സ്കൂളുകളിൽ രാഷ്ട്രീയ പ്രവർത്തനം നിരോധിച്ചു. രാഷ്ട്രീയക്കാർക്ക് പ്രവേശനം വിലക്കി. സർക്കാർ സ്കൂളുകളിൽ നടത്തുന്ന ഏത് പരിപാടിയും നിഷ്പക്ഷതയും വിദ്യാഭ്യാസപരമായ പ്രസക്തിയും പുലർത്തുന്നതായിരിക്കണമെന്ന് സർക്കാരിൻ്റെ പ്രത്യേക സർക്കുലറിൽ വ്യക്തമാക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠനത്തിനുള്ളതാണെന്നും രാഷ്ട്രീയ പ്രവർത്തനങ്ങളുള്ളതല്ലെന്നും ഊന്നി പറഞ്ഞുകൊണ്ടാണ് സർക്കുലർ ഇറക്കിയത്. രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും സ്വകാര്യ വ്യക്തികളും സർക്കാർ സ്കൂൾ ക്ലാസ് മുറികളിൽ പ്രവേശിക്കുന്നത് വിലക്കി തമിഴ്നാട് സർക്കാർ ആണ് സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്തായാലും ഇതൊരു നല്ല തീരുമാനമാണ്. നിങ്ങൾ ഈ തീരുമാനത്തോട് യോജിക്കുന്നുണ്ടോ എന്ന് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്തുക. ശരിയാണ്, കുട്ടികൾ പഠിക്കട്ടെ, നല്ല രീതിയിൽ പഠിച്ച് അവർ മുന്നേറുക. അതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമേണ്ട കേട്ടിരുന്ന് വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല.